ഹലോ കൂട്ടുകാരെ, ഞാൻ ജയസ്കാരൻ ജയശ്രീകുമാറാണ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു ആന്തൂറിയം മിനിയേച്ചർ. ഇതിൻ്റെ പേര് ക്രിസ്റ്റാലിനിയം മിനിയേച്ചർ എന്നാണ്. ഇത് പോട്ട് ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് നല്ല ഷെയ്ഡിൽ വെച്ചാലാണ് ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഡാർക്ക് കളറാകുന്നത് കേട്ടോ. അതുപോലെ ഈ സിൽവർ ലൈനും നല്ല ഡാർക്കാകുന്ന തണലത്തിരിക്കുമ്പോഴാണ്. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ പഴുക്കും കേട്ടോ. വലിയ കെയറൊന്നും ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് പോട്ട് ചെയ്താൽ മതി. ഇടയ്ക്കിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ധാരാളം ഷൂട്ടുണ്ടായിട്ട് ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരിതാണ്. അപ്പോൾ ഞാനിതൊന്ന് ഒരെണ്ണം പോട്ട് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ അതിനെടുത്ത പോട്ട് ഇതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇത് മണലും നമ്മുടെ സാധാരണ മണ്ണും ഇച്ചിരി ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ ചകിരിത്തൊണ്ടുണ്ടല്ലോ, ചെറിയ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം കുറച്ച് ചകിരിത്തൊണ്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗാർഡൻ സോയിൽ ഞാൻ നടുന്ന രീതിയായി കാണിക്കുന്നത്. ഇത് നല്ലോണം വേരുകളൊക്കെ പോകുന്നതുകൊണ്ടാണ് ഇതുപോലെ കേട്ടോ. നമ്മുടെ മറ്റേ ആന്തൂറിയൊക്കെ ഇല്ലേ, കട്ട് ഫ്ലവർ ആന്തൂറിയം, അതൊക്കെ ഈ മെതഡിൽ തന്നെയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിട്ട് വെച്ചതിന് ശേഷം ഇതാണ് പ്ലാന്റ് കേട്ടോ. ഇതങ്ങോട്ട് ഇറക്കി വെക്കുക. അതിനുശേഷം ഈ മണ്ണ് കുറച്ച് ഇടാം. പിന്നെ ചകിരിക്കൊണ്ട് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടും. ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.